ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ AV എയ്ഡ്സിനെ പറ്റിയിട്ടാണ് ചെയ്യുന്നത്. AV എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുക ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ AV എയ്ഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ PPT കാര്യങ്ങളൊക്കെ അറിയില്ല, PPT അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളതൊരു ആനിമേഷൻ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുക, അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ AV എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ടീച്ചിങ്, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് AV എയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് AV എയ്ഡ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാകുന്ന കുറച്ച് AV എയ്ഡ്സ് ആണ് ലീഫ്ലെറ്റ്സ്, പാംലെറ്റ്സ്, അതുപോലെ തന്നെ ചാർട്ട്, ഫ്ലാഷ് കാർഡ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ, ഈ 5 സംഭവത്തിനെ പറ്റിയിട്ട് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലീഫ്ലെറ്റാണ് ആദ്യം കാണിച്ചു തരുന്നത്. ഈ സംഭവത്തിനാണ് നമ്മൾ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇത് നമ്മളൊരു A4, ഈ A4നെ നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന A4നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കുന്ന ഇതിനെയാണ് നമ്മൾ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് എത്തിയോളജിന്ന് ഇവിടെ ഹെഡിങ് എഴുതിയിട്ട് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുമ്പോൾ അവരിങ്ങനെ തുറന്നിട്ട് ഇതിനകത്താവും നമ്മളിവിടെയാണ് നമ്മൾ കണ്ടൻറ് എഴുതുന്നത്. ഓക്കെ, ഇതാണ് ലീഫ്ലെറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് പാംലെറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ മടക്കിയിട്ടൊരു സംഭവം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ. അതായത് ഇപ്പോൾ ഫോണൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടാവും, നമ്മളിങ്ങനെ നീർത്തുമ്പോൾ അത് വലിയൊരു പേപ്പറായിട്ട് കാണും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞു പേപ്പർ. ഈ ഫോണൊക്കെ വാങ്ങിക്കുന്ന സമയത്തും നമ്മൾ മെഡിസിൻസ് വാങ്ങിക്കുമ്പോൾ അതിനകത്തൊക്കെ ഇതുപോലെ കാണാം. ഇതിനെ പറയുന്ന പേരാണ് പാംലെറ്റ് എന്ന് പറയുന്നത്. അതായത് ലീഫ്ലെറ്റിനേക്കാളും ഇതുപോലത്തെ കുറച്ചുകൂടെ അടുക്കുകൾ കാണും. അപ്പോൾ ലീഫ്ലെറ്റിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം ഉണ്ടാവും ഈ പാംലെറ്റിന്. പിന്നെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ആണ്. ഫ്ലാഷ് കാർഡ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ ചാർട്ട്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ചാർട്ടിനൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുന്നത്. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന് യൂസ് ചെയ്യുന്നത്. ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ, കാരണം സമൂഹങ്ങൾക്ക് ഹോസ്റ്റലിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാർട്ട് എടുത്തിട്ട് ചാർട്ടിനെ കട്ട് ചെയ്യും. അതിൻ്റെ ഇപ്പോൾ നീളം 25 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വീതി എത്ര സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. 25 × 30 ആണ് നമ്മൾ എടുക്കുന്ന ഒരു കണക്ക്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലാഷ് കാർഡ്സ് റെഡിയാക്കുന്നത്. പിന്നെ പിക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പിക്ചേഴ്സ്, ഏതെങ്കിലും എഴുതണമെങ്കിൽ ഹെഡിങ്സ് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത്. ഇനി നമ്മൾ ലീഫ്ലെറ്റ്സ്, പാംലെറ്റ്സ് ഒക്കെ അത് നമുക്ക് ഈ സെയിം ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ പിള്ളേരെ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ രൂപത്തിൽ ജസ്റ്റ് ലൈക്ക് ആപ്പിളിനെ പോലെയൊക്കെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ആനിമേഷൻസ് ആയിട്ടുള്ള ഡോറ, നമുക്ക് അങ്ങനെ എന്തെങ്കിലും വരയ്ക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ക്രിയേറ്റിവിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ലീഫ്ലെറ്റിൻ്റെ ഡിസൈൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് PPT എന്ന് പറയുമ്പോൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഈ സ്ലൈഡ് ഷെയറിലൊക്കെ കാണുന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ PPT യൂസ് ചെയ്തിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷനും അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിയ ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു വലിയ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5th സെമ്മിൽ ടീച്ചിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ടീച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഈ PPT യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് പിക്ചേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാം. ഇത്രയും AV എയ്ഡ്സ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനിയും ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.